ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞാനും ഈ ശ്രീലത എന്ന് പറഞ്ഞ ടീച്ചറും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിനുണ്ടായിരുന്നു. അതായത് സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്കിംഗ് പ്ലേസ്. ഞാനും അതിൻ്റെ ഒരു ഇര തന്നെയാണ്. ഞാൻ 12 മാസമായി എനിക്ക് സാലറി ഇല്ല. എൻ്റെ മേലുദ്യോഗസ്ഥൻ കാരണം ഒരുപാട് പീഡനങ്ങൾ ഞാൻ ഓഫീസിൽ അനുഭവിച്ചു. ശാരീരികമായി സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇതെല്ലാം അനുഭവിച്ച ആളാണ്. എല്ലാത്തിനുള്ള തെളിവുമുണ്ട്. ഞങ്ങൾ ഒരു പ്രചാരണം കേൾക്കുന്നുണ്ട്, ഞങ്ങൾ അടിച്ചു പിരിഞ്ഞതാണ്, തെറ്റിപ്പിരിഞ്ഞതാണ്. ഇതൊന്നും സത്യമുള്ള കാര്യമല്ല. ഞാൻ 6 ദിവസം ഇരുന്നു. ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് അങ്ങോട്ട് ചെയ്തത്. പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടം വിട്ട് പോവരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാൻ പ്ലസ് പോയിൻ്റായിട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കാൻ തന്നെ തീരുമാനിച്ചതായിരുന്നു. ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന അന്ന് തന്നെ എനിക്ക് തരാത്ത ഉപജീവനവത്ത അനങ്ങി. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കുറേ പ്രാവശ്യം നടന്നിട്ടും അവർ യാതൊന്നും ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. എല്ലാവരും ഞങ്ങളവിടെ ഇരിക്കുന്നത് അറിഞ്ഞു. വേണ്ട പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് കിട്ടി. ഞാൻ വന്നത് അന്ന് 2 മഴ പെയ്തിരുന്നു. 2 മഴയിലും നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നല്ലേ 3 സമരക്കാരുണ്ട് അവിടെ. ഒന്ന് ഞങ്ങൾ അപ്പുറം മറ്റ് 2 പേര് ആശാവർക്കറും റാങ്ക് ഹോൾഡേഴ്സും. അപ്പം ഞങ്ങൾ ഒരു അറേഞ്ചും ആക്കാതെയാണ്. പക്ഷേ എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഫുള്ള് ഞങ്ങളെടുത്തത് ഡോക്യുമെൻറ്റുകളായിരുന്നു. ഡോക്യുമെൻറ്റുകൾ സത്യമുള്ളതായിരുന്നു. അത് ഞങ്ങളോട് CI സാറ് ചോദിച്ചിട്ടും കണ്ടോൺമെൻറ്റ് CI ചോദിച്ചിട്ടുമുണ്ട്, കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട്. സെക്രട്ടേറിയറ്റ് ഫുൾ അറിഞ്ഞു. സെക്രട്ടേറിയറ്റിലുള്ള എൻ്റെ സുഹൃത്തുക്കളും കാണാൻ വന്നിരുന്നു, എന്നെ കാണാൻ വന്നു. ഞാൻ സെക്രട്ടേറിയറ്റിലായിരുന്നു 5 വർഷം ജോലി നോക്കിയിരുന്നത്. അതിൻ്റെ മുന്നേ തന്നെ ധൈര്യമായിട്ടിരുന്നാണ്. പിന്നെ ടീച്ചറായിട്ടൊന്നും കച്ചറയൊന്നും കൂടിയിട്ടൊന്നുമല്ല. എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തെ മഴ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കി. രണ്ടാമത്തെ മഴ കഠിനമായിരുന്നു. ആ മഴയിൽ എനിക്ക് ഇപ്പോൾ എനിക്ക് ഈ സൗണ്ടല്ല എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. എനിക്ക് സുഖമില്ലാഴി വരുന്നു അറിഞ്ഞ ഉടനെ ഞാൻ കയറിയതാണ്. ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, പൾമണോളജി. ഇത് നോക്കിയാൽ അറിയാം, ഇതിൽ കണ്ടാൽ അറിയാം. പിന്നെ അതേമാതിരി ഞാൻ ഇത്രയും മരുന്നുകൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഴയും പിന്നെ വെയിലും കുറച്ച് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ. ഞങ്ങളെ അവിടെ ഇരുത്തേണ്ടിയ ആളുകളല്ല, ഉദ്യോഗസ്ഥരാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി കയറിയവരാണ്. നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് അവിടെ ഇരുന്നതും. ഇനി ഇത് ഞങ്ങൾ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഞങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ചെറിയ സൂചനാ പണിമുടക്കുകളും മറ്റും അതിൻ്റെ മുന്നിലിരുന്ന് നടത്തിയിട്ടുള്ള ഞാൻ സിവിൽ സ്റ്റേഷന് മുന്നേയും ഒക്കെ എടുത്തിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് 6 ദിവസം, എന്നെ സംബന്ധിച്ച് 6 ദിവസം, ടീച്ചറെ സംബന്ധിച്ച് 2 ദിവസം കൂടി ഏറി 2-3 ദിവസം കൂടി ഇരുന്നിട്ടുണ്ട്. കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരെക്കാളും കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ 2 പേരും. അത് അവിടെയുള്ള പോലീസുമാർക്ക് ഫുൾ അറിയായിരുന്നു. പ്രത്യേകിച്ച് CI സാറിനെ ഞാൻ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. സാറിന് ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച്, ഇൻ്റലിജൻസ് എല്ലാവരും വന്നിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ കാര്യത്തിൽ സിമ്പതി ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന സമരങ്ങളിൽ ഏറ്റവും വലുത് ഞങ്ങളുടെ സമരം തന്നെയായിരുന്നു. എന്ത് തന്നെ വന്നാലും ഞങ്ങൾ പിന്തിരിയുന്നില്ല എന്നുള്ളൊരു ഇതിൽ തന്നെ ആയിരുന്നു. പക്ഷേ അസുഖം വന്നാൽ നമ്മൾ അഡ്മിറ്റായാൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ, ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ഞാൻ അവിടെ തന്നെയാണ് ചികിത്സിക്കുന്നത്. അസുഖം വന്നാൽ മറ്റെന്തെങ്കിലും ഇഞ്ചക്ഷൻ അടിക്കുന്നത് എൻ്റെ ശരീരത്തിൽ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പോന്നു. എൻ്റെ എല്ലാ സാധനങ്ങളും ഞങ്ങളെല്ലാ 2 പേരും കൂടെ വാങ്ങിയ സാധനങ്ങൾ ഞാനവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ടീച്ചർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഇപ്പോഴും ടീച്ചറുടെ കയ്യിലാണ് എൻ്റെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഞാൻ തിരിച്ചു വാങ്ങിയിട്ടില്ല. ടീച്ചറുടെ എന്തോ കേട് വന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പിന്നെ
ഞങ്ങൾക്കുള്ള ആ സമീപത്തുള്ള ഓപ്പോ അതിന് ഞങ്ങളുടെ നാട്ടുകാരാണ്, പിന്നെ ഹോട്ടൽ ജീവനക്കാർ, സ്റ്റാച്യു റെസ്റ്റോറൻറ്റ്, ഓപ്പോ ഫോൺ, അവരെല്ലാവരുടെ സഹായങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ടീച്ചറെ അടിച്ച് പുറത്ത് ഇതാരോ ഇതിൻ്റെ ഇടയിൽ പാര് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ NGO യൂണിയൻ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. അങ്ങനെയാണ് എനിക്ക് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും ഞാൻ കുറ്റം പറയില്ല. എനിക്ക് ദൈവങ്ങളായിട്ടേ തോന്നിയിട്ടുള്ളൂ. പിന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ അനാവശ്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. വേറിട്ട രീതിയിലുള്ള പ്രതിഷേധം എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കുന്നില്ല. ഇപ്പോൾ അടുത്ത സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പ്രതികരിക്കുന്നത്, ഒരാൾ ഞങ്ങളെ വിശേഷിപ്പിച്ച് ആരും തന്നെ ധൈര്യപ്പെടാത്തൊരു സംഭവമാണ് നിങ്ങൾ സെക്രട്ടറിയുടെ മുന്നിൽ ഇരുന്ന് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് വാർത്തയാകാത്തതിലും ഞങ്ങൾക്ക് വലിയ സംഭവം വിഷമങ്ങളൊന്നുമില്ല. ഞങ്ങളുടേത് ജനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ടീച്ചറും ഞാനും കൂടെ അടികൂടിയാണ് പിരിഞ്ഞത് എന്നുള്ള വാർത്ത, അത് ഒരു വ്യാജമായിട്ടുള്ള വാർത്തയാണ്. അതിനെ ഞാൻ പൂർണ്ണമായും നിഷേധിക്കുന്നു. ഇനിയും ഞങ്ങൾ പോകും. ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്, അതൊരു ആദ്യം മാത്രമാണ്. ഇനിയും പോകും. ഇനിയും ഞങ്ങളുടെ എന്ത് തടഞ്ഞാലും പോകും, ഫയൽ തടഞ്ഞാലും പോകും, രണ്ടാളും കൂടെ പോകും. എന്ത് തന്നെ പ്രതിബന്ധങ്ങൾ വന്നാലും ഞങ്ങൾ ഇനിയും സെക്രട്ടറിയുടെ മുന്നിൽ സമരത്തിലിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഫയൽ തടയാം, പെണ്ണ് പിടിക്കാം, കയറി പിടിക്കാം, നഗ്നത എഴുതി വെക്കാം, എല്ലാം ഉണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഇരുന്ന് സൈലൻ്റായിട്ട് പ്രതിഷേധിച്ചൂടെ? ഞങ്ങൾ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ആ ബാനർ കെട്ടി പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം ഏത് തരത്തിലാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾ അവിടെ രാത്രിയിലൊക്കെ ഞങ്ങളവിടെ കിടക്കുകയാണ് ചെയ്തത്. അല്ലാതെ അടി കൂടി പിരിയുക